കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയ പോളിസിയെക്കുറിച്ചാണ് ഈ വീഡിയോ. ഇനി കൂടുതൽ വിശദമായി നോക്കാം. പോകാം വീഡിയോയിലേക്ക്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയ പോളിസിയെ പറ്റിയാണ് ഈ വീഡിയോ. ഏറ്റവും കുറഞ്ഞ വാർഷിക പ്രീമിയത്തിൽ ഗോ ഡിജിറ്റ് ഒരുക്കുന്ന നൂതന ആരോഗ്യ ഇൻഷുറൻസ് ഗോ ഡിജിറ്റ് ഏർലി സ്റ്റാർട്ട് പ്ലാൻ എന്നാണ് പ്രൊഡക്റ്റിൻ്റെ പേര്. പേര് പോലെ തന്നെ നേരത്തെ പോളിസിയിൽ ചേരുന്നവർക്കാണ് കൂടുതൽ പ്രയോജനമുള്ളത്. 18 വയസ്സ് കഴിഞ്ഞ കുട്ടികളുള്ളവർക്ക് എടുത്തുകൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് പോളിസിയാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഭാവിയിൽ ഒരുപോലെ പ്രയോജനം ചെയ്യുന്ന കിഡിലൻ ബെനിഫിറ്റ് ഇതിലുണ്ട്. അത് വീഡിയോ ഫുൾ കാണുമ്പോൾ മനസ്സിലാകും. സാധാരണഗതിയിൽ ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികളിൽ 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ഈ പോളിസിയിൽ 1 വർഷം മാത്രമായിരിക്കും. 18 വയസ്സായ ആർക്കും പോളിസിയിൽ ചേരാം. പോളിസിയിൽ ചേരുന്നതിനുള്ള പ്രായപരിധി 45 വയസ്സ്. ജീവിത അവസാനം വരെ പോളിസിയിൽ തുടരാം. 10 ലക്ഷം മുതൽ 3 കോടി രൂപ വരെയുള്ള കവറേജാണുള്ളത്. ഒറ്റക്കും കുടുംബമായും പോളിസിയിൽ ചേരാം. സബ് ലിമിറ്റുകളില്ലാതെ സ്യൂട്ട് റൂമുകൾ വരെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. കൺസ്യൂമബിൾസ് അടക്കം കവർ ചെയ്യും. ICU പരിധികളില്ല. മോഡേൺ ട്രീറ്റ്മെൻറ്റ് 100% പരിരക്ഷ ലഭിക്കും. ഓർഗൻ മാറ്റിവെക്കൽ വരുന്ന സാഹചര്യത്തിൽ എല്ലാ ചിലവുകളും കവറേജ് തുക വരെ പൂർണ്ണമായും ലഭിക്കും. അധിക പ്രീമിയം അടക്കാതെ 1 ലക്ഷം രൂപയുടെ PA കവറേജ്. ഇനി പറയാൻ പോകുന്ന ബെനിഫിറ്റാണ് ഇതിനെ തികച്ചും വ്യത്യസ്തമാക്കുന്നത്. എന്താണെന്നല്ലേ? പോളിസിയിൽ അംഗമായി 9 മാസത്തിന് ശേഷം പ്രസവ ചികിത്സയ്ക്കുള്ള പരിരക്ഷ ആരംഭിക്കുന്നു. ഇതാണോ വലിയ കാര്യം എന്ന് ചോദിക്കാൻ വരട്ടെ. പ്രസവ ചികിത്സാ ചിലവുകൾ അധിക പ്രീമിയം അടക്കാതെ തന്നെ 9 മാസങ്ങൾക്ക് ശേഷം നൽകുന്നു. 18,000 മുതൽ 1 ലക്ഷം വരെ ലഭിക്കും. വ്യക്തമാക്കി. 18 വയസ്സിൽ ഈ പോളിസി എടുത്താൽ അതേ വർഷം 9 മാസത്തിന് ശേഷം 15,000 രൂപ മെറ്റേണിറ്റി ആയിട്ട് ലഭിക്കും. 18 വയസ്സിൽ ഇത് ആരും ഉപയോഗിക്കാൻ പോകുന്നില്ല. അതൊരു നിക്ഷേപം പോലെ നിങ്ങളുടെ പോളിസിയിൽ ഹോൾഡ് ചെയ്യും. അങ്ങനെ 1 വർഷവും നിങ്ങൾ റിന്യൂവൽ ചെയ്തു പോകുമ്പോൾ 10,000 വീതം ഇതിൽ ആഡ് ചെയ്തു പോകും. അങ്ങനെ 1 ലക്ഷം വരെ നമുക്ക് ആഡ് ചെയ്ത് കിട്ടും. എപ്പോഴാണോ മെറ്റേണിറ്റി ഉപയോഗിക്കേണ്ടി വരുന്നത് അപ്പോൾ ആ തുക ഉപയോഗിക്കാം. അപ്പോൾ സംശയം വരാം, പെൺകുട്ടികൾക്കല്ലേ ഈ ബെനിഫിറ്റ് കൊണ്ട് ഗുണമുള്ളൂ എന്ന്? അല്ല, ആൺകുട്ടികൾ പോളിസി എടുത്താലും പ്രയോജനം ചെയ്യും. കല്യാണം കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ വൈഫിനെ പോളിസിയിൽ അംഗമാക്കണം. അങ്ങനെ ചെയ്താൽ ഹസ്ബൻഡിൻ്റെ സീനിയോറിറ്റി എത്ര വർഷമുണ്ടോ ആ അത്രയും തുകയുടെ പ്രസവ തുക ഉപയോഗിക്കാം. 18 വയസ്സിൽ ഈ പോളിസിയിലുള്ള ആൾക്ക് 28 വയസ്സിലാണ് ഇത് ഉപയോഗിക്കേണ്ടി വന്നാൽ 1 ലക്ഷം രൂപയുടെ മെറ്റേണിറ്റി തുക നമ്മുടെ പോളിസിയിലുണ്ടാകും. അത് വലിയൊരു ആശ്വാസമല്ലേ? പിന്നെ ന്യൂ ബോൺ ബേബി കൊവാർജ് ഒന്നും ഇതിൽ വരുന്നില്ല. കാരണം എക്സ്ട്രാ തുക ഒന്നും വാങ്ങാതെയാണ് ഇത്രയും ബെനിഫിറ്റ് അവർ കൊടുക്കുന്നത്. കവറേജ് തുക ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും 1 തവണ കൂടി റീസ്റ്റോർ ചെയ്ത് ലഭിക്കും. ക്ലെയിം ഇല്ലാത്ത വർഷത്തിൽ 10% നോ ക്ലെയിം ബോണസ് ലഭിക്കും. പരമാവധി 10 വർഷം വരെ. ഇവിടെ നമുക്ക് അവരുടെ റൈഡറുണ്ട്, ഗ്യാരൻറ്റീഡ് ഇൻഫിനിറ്റ് ക്ലെയിം ബോണസ്. അതായത് ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പോളിസി റീന്യൂവൽ ചെയ്യുന്ന ഓരോ വർഷവും 100% ബോണസ് കവറേജ് കൂടിക്കൊണ്ടിരിക്കും. 10 ലക്ഷം എടുത്ത ഒരാൾക്ക് റിന്യൂവൽ ചെയ്യുമ്പോൾ 10 ലക്ഷം കൂടെ ബോണസ് കിട്ടും. ഇനിയാണ് ഞെട്ടാൻ പോകുന്നത്. ഈ ബെനിഫിറ്റ് എല്ലാം കൂടെ ചേർത്ത് 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെ എത്രയാണ് വാർഷിക പ്രീമിയം എന്നല്ലേ? വെറും 9,270 മാത്രം. അതും 10 ലക്ഷം രൂപയുടെ കവറേജ്. മറ്റ് പോളിസികളിൽ കാണാത്ത വേറിട്ട ബെനിഫിറ്റുകൾ മാത്രമാണ് ഞാനിവിടെ വിവരിച്ചത്. പോളിസി പറ്റി കൂടുതൽ അറിയാൻ ഇപ്പോൾ തന്നെ വാട്സാപ്പ് ചെയ്യുക.